നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ദേശീയപാതയിലെ ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. വായനാ പക്ഷാചരണം സംസ്ഥാനതല ഉദ്ഘാടനം തൃശൂർ ടൗൺ ഹാളിൽ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു. മാടക്കത്തറ പഞ്ചായത്ത് ലൈബ്രറി വായനാ ദിനം കഥാകൃത്ത് N രാജൻ ഉദ്ഘാടനം ചെയ്തു. പുത്തൂർ VHS സ്കൂൾ വിദ്യാരംഗം വായനക്കൂട്ടം PN പണിക്കർ അനുസ്മരണവും വായനാ ദിനാചരണവും സംഘടിപ്പിച്ചു. സാംസ്കാരിക സാഹിതി മണ്ണുത്തി മണ്ഡലം കമ്മിറ്റി നടത്തിയ അക്ഷരജ്വാല മുൻ MLA MP വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ദേശീയപാതയിലെ കുരുക്ക് ഒഴിവാക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നുവെന്ന് മന്ത്രി കെ രാജൻ. മന്ത്രിയുടെ നേതൃത്വത്തിൽ സംഘം ദേശീയപാതയിലെ മുടിക്കോട് കല്ലിടുക്ക് സ്ഥലങ്ങൾ സന്ദർശിച്ച് ഗതാഗത കുരുക്ക് ഒഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ ദേശീയപാത അതോറിറ്റികൾക്ക് നിർദ്ദേശം നൽകി. തഹസിൽദാരും പാണഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റും ഒല്ലൂർ ACP സുധീറിനുമടങ്ങിയ സംഘം പ്രവൃത്തികൾ ദൈനംദിനം നിരീക്ഷിച്ച് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നു. മോണിറ്ററിംഗ് സമിതി അംഗങ്ങൾ മുടിക്കോടും കല്ലിടുക്കും സന്ദർശിച്ചു. മുടിക്കോട് ക്ഷേത്രത്തിന് മുന്നിൽ വീതി കുറഞ്ഞ സർവീസ് റോഡ് വീതി കൂട്ടാനുള്ള നടപടികൾ ആരംഭിച്ചു. ഫില്ലിംഗ് പൂർത്തീകരിച്ച് റോഡ് റോളർ ഉപയോഗിച്ച് ഫിക്സ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നു. ടാർ വേസ്റ്റ് ഉപയോഗിച്ച് സെറ്റാക്കി വാഹനങ്ങൾ കടത്തിവിടും. സർവീസ് റോഡരികിൽ സ്ഥിതി ചെയ്യുന്ന 2 ഇലക്ട്രിക് പോസ്റ്റുകൾ മാറ്റുന്ന നടപടികളും ഉടൻ ആരംഭിക്കും. KECB എസ്റ്റിമേറ്റ് തയ്യാറാക്കി ദേശീയപാത അതോറിറ്റിക്ക് കൈമാറി. മന്ത്രി നിർദ്ദേശിച്ച പ്രകാരം റിക്കവറിംഗ് വെഹിക്കിളുടെ പ്രവർത്തനം മുടിക്കോട് പ്രവർത്തനം തുടങ്ങി. കുഴികളുള്ള ഭാഗങ്ങൾ ഗ്രേഡർ ഉപയോഗിച്ച് ലെവൽ ചെയ്ത് WBS മെറ്റീരിയൽ ഉപയോഗിച്ച് അടയ്ക്കുന്നുണ്ട്. മഴ നിൽക്കുന്നതിനാൽ ഇതൊരു താൽക്കാലിക പ്രവൃത്തിയാണ്. എല്ലാ ദിവസവും രാവിലെ കരാർ കമ്പനിയുടെ നേതൃത്വത്തിൽ പ്രവൃത്തി നടക്കുന്നു. 2 ദിവസം മഴ ഒഴിഞ്ഞു നിന്നാൽ ഉടൻ തന്നെ ഡ്രം മിക്സ് ഉപയോഗിച്ച് മുഴുവനായി ഓവർലേ ചെയ്യുന്നതിനുള്ള നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. വായനാ പക്ഷാചരണം സംസ്ഥാനതല ഉദ്ഘാടനം ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു നിർവഹിച്ചു. ഡോക്ടർ KV കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. മേയർ MK വർഗീസ്, MLA P ബാലചന്ദ്രൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. സുനിൽ P ഇളയിടം മുഖ്യപ്രഭാഷണം നടത്തി. അശോകൻ ചരുവിൽ, അർജുൻ പാണ്ഡ്യൻ IAS, മുരളി പെരുന്നല്ലി MLA, TK വാസു എന്നിവർ സംസാരിച്ചു. VK മധു സ്വാഗതവും VK ഹാരിഫാബി നന്ദിയും അറിയിച്ചു. വായന അവരുടെ വ്യക്തിത്വത്തെ സ്ഫുടം ചെയ്തെടുക്കുന്നതിന് എത്രമാത്രം സഹായകരമാകുമെന്ന് കുട്ടികളോട് പറയാനും അവരെ ആ വഴിയിലൂടെ ആനയിക്കാനും നമുക്ക് ലഭിക്കുന്ന അവസരമാണ് വായനാ പക്ഷാചരണം. വന്യവാസനകളും ഹിംസാത്മകമായ ചിന്തകളുമെല്ലാം സ്ഫുടം ചെയ്തെടുത്തുകൊണ്ട് സാംസ്കാരികമായ ഔന്നത്യത്തിലേക്ക് ഒരാളെ നയിക്കാൻ വായനയോളം കഴിയുന്ന മറ്റൊരു പ്രക്രിയയുമില്ല എന്നുള്ളതാണ്. കേരളത്തിന്റെ ബൗദ്ധിക അന്തരീക്ഷത്തെ രൂപപ്പെടുത്തുന്നതിന് ഗ്രന്ഥശാല പ്രസ്ഥാനം സമാനതകളില്ലാത്ത വിധത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ലോകത്തെങ്ങുമില്ലാത്ത വിധത്തിൽ സാർവത്രിക സാക്ഷരതയ്ക്ക് വേണ്ടി സംഘടിതമായ പ്രവർത്തനം നാം നടത്തിയപ്പോൾ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ജനകീയ സാക്ഷരതാ പ്രസ്ഥാനത്തിന്റെ ഉത്തോലകമായി പ്രവർത്തിച്ചത് കേരളത്തിലെ ഗ്രന്ഥശാലകളാണ്. മനുഷ്യജീവിതത്തിന്റെ എല്ലാ മർമ്മപ്രധാന മേഖലകളെയും വലിയ രീതിയിൽ സ്വാധീനിക്കാൻ കഴിവുള്ള വിധത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരുപക്ഷെ രാക്ഷസീയം എന്ന് തന്നെ വിളിക്കാവുന്ന വിധത്തിൽ വലുതാവുകയാണ്. ശാസ്ത്രം ശിക്ഷകനോ രക്ഷകനോ എന്നുള്ള ഒരു ചോദ്യം മുമ്പുണ്ട്. രക്ഷകൻ ആകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആ നിലയിലാണെങ്കിൽ വളരെ ഗുണപരമായ രീതിയിൽ, ഗുണാത്മകമായ രീതിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സാധ്യതകൾ നമുക്ക് മനുഷ്യജീവിതത്തിൽ പ്രയോജനപ്പെടുത്താം. അതല്ലെങ്കിൽ വലിയ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ അത് സൃഷ്ടിച്ചേക്കാം. ഒന്നും പറയാൻ കഴിയാത്ത അനിശ്ചിതാവസ്ഥയാണിത്. ഞാൻ പറഞ്ഞു വന്നത്, യന്ത്രങ്ങളുടെ ലോകത്ത് യാന്ത്രിക ജീവിതത്തിലേക്ക് പിറന്നു വീഴുന്നവരാണ് പുതിയ കാലത്തിന്റെ കുട്ടികൾ. വലിയ വിപര്യമാണ്.
പ്രകൃതിയെ അനുഭവിക്കാൻ അവർക്ക് അവസരം ലഭിക്കുന്നില്ല. മനുഷ്യരെ മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിൽ സാമൂഹ്യ ജീവിതത്തിൽ ഇടപെടാൻ അവർക്ക് സാധ്യമാകുന്നില്ല. കളിക്കളങ്ങളിൽ ഉള്ളു തുറന്ന് ചിരിച്ചുകൊണ്ട് കളിക്കാനോ പരസ്പരം ഇടപെടാനോ അവർക്ക് സാധിക്കുന്നില്ല. പങ്കുവയ്ക്കലിന്റെ സുഖമെന്ത് എന്ന് മനസ്സിലാക്കാനുള്ള അവസരം അവർക്ക് ലഭിക്കുന്നില്ല. കനത്ത മഴ മൂലം പീച്ചി ഡാമിലേക്ക് നീരൊഴുക്ക് വർദ്ധിച്ചതിനാൽ ജലനിരപ്പ് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി വെള്ളിയാഴ്ച രാവിലെ 9 മണി മുതൽ ഡാമിന്റെ സ്ലൂയിസ് വാൽവ് വഴി വെള്ളം തുറന്നുവിടും. മണലി കരുവന്നൂർ പുഴകളിൽ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട്. പുഴയുടെ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് പീച്ചി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം മതേതര ഇന്ത്യക്ക് അനിവാര്യമെന്ന് അഡ്വക്കേറ്റ് ജോസഫ് ടാജൻ. സംഘപരിവാർ ശക്തികളുടെ രാജ്യഭരണത്തിൽ ഭരണഘടനയും സ്ഥാപനങ്ങളും തകർക്കപ്പെടാതിരിക്കാൻ രാജ്യത്ത് വലിയ പങ്കുവഹിക്കുന്നതിൽ പ്രധാന വ്യക്തിത്വമാണ് രാഹുൽ ഗാന്ധി എന്ന് അഡ്വക്കേറ്റ് ജോസഫ് ടാജൻ പറഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ 55ാം പിറന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി DCCയുടെ നേതൃത്വത്തിൽ പുല്ലഴി സെന്റ് ജോസഫ് ഓൾഡ് ഏജ് ഹോമിലെ അന്തേവാസികളോടൊപ്പം പിറന്നാൾ മധുരം പങ്കുവച്ചുകൊണ്ട് നടന്ന സ്നേഹവിരുന്ന് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഓൾഡ് ഏജ് ഹോം ഡയറക്ടർ ഫാദർ ലിജോ ചിറ്റിലപ്പള്ളി അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ MP വിൻസെന്റ്, ജോസ് വള്ളൂർ, TV ചന്ദ്രമോഹൻ, ജോസഫ് ചാലിശ്ശേരി, സുനിൽ അന്തിക്കാട് തുടങ്ങിയവരും സംബന്ധിച്ചു. ഓൾഡ് ഏജ് ഹോമിലെ അന്തേവാസികളോടൊപ്പം കേക്ക് മുറിച്ചും ഉച്ചഭക്ഷണം കഴിച്ചും പിറന്നാൾ ആഘോഷിച്ചു. ജില്ലയിലെ വിവിധ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വിവിധ സന്നദ്ധ പ്രവർത്തനങ്ങളും ആഘോഷ പരിപാടികളും സംഘടിപ്പിച്ചിരുന്നു. Happy birthday to you. Happy birthday to you. Happy birthday to you, dear Abhi. Happy birthday to you. May the good Lord bless you. May the good Lord bless you. May the good Lord bless you, dear Abhi. Happy birthday to you. Within Selene, two Kashna Malapu made അതിലേറെ വലിയ അഭിമാനം തോന്നാണ് നിജോച്ചനി സഭയെ കുറിച്ച്. കാരണം ഇങ്ങനെ ഈ അമ്മച്ചിമാരെ സ്വന്തം അമ്മമാരെക്കാൾ നന്നായിട്ടാണ് നിജോച്ചന്റെ നേതൃത്വത്തിൽ ഇവിടെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾ ഓരോരുത്തർക്കും അർഹതപ്പെട്ടതാണ്. ആ അർഹതയുള്ളതാണ് ഇന്ന് ക്രൈസ്തവ സഭ അച്ഛനെ ചുമതലപ്പെടുത്തി അതിനുള്ള യോഗം വെച്ചുകൊണ്ട് അത് ഭംഗിയായിട്ട് നിർവഹിക്കണം. അച്ഛനെ ഞാൻ ഇന്നലെ വിളിച്ചപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, ഇതിനപ്പുറത്ത് ഇങ്ങനൊരു സാഹചര്യമാണ്, അതുകൊണ്ട് നമുക്ക് വളരെ റെസ്ട്രിക്റ്റ് ചെയ്തിട്ട് വേണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അച്ഛൻ്റെ ആ ഒരു കാര്യത്തെക്കുറിച്ചുള്ള അച്ഛൻ്റെ ആകാംക്ഷയും ശുഷ്കാന്തിയും, കാരണം അങ്ങനെ പോലും ഇവിടെ സംഭവിക്കരുത്. ഒരു ആൾ പുറമേ നിന്ന് വന്ന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാൻ, അസുഖം ബാധിക്കാൻ, അപ്പം എത്രയോ കാര്യക്ഷമമായ എത്രയോ സൂക്ഷ്മതയോടുകൂടിയാണ് അച്ഛൻ അത് കൈകാര്യം ചെയ്യുന്നത്. മാടക്കത്ര ഗ്രാമപഞ്ചായത്ത് ലൈബ്രറി വായനാ ദിനം കഥാകൃത്ത് N രാജൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാ മോഹനൻ അധ്യക്ഷത വഹിച്ചു. സാവിത്രി രാമചന്ദ്രൻ, KP പ്രശാന്ത്, സോഫി സോജൻ, മിഥുൻ എന്നിവർ സംസാരിച്ചു. കുട്ടികൾക്ക് ക്വിസ് മത്സരം നടത്തി വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകി. നമ്മൾ പറഞ്ഞും കേട്ടും ആവർത്തിച്ചുമൊക്കെയുള്ള ചില ദിനാചരണങ്ങളാണ്. പുറത്തിയൊരു വിളക്ക്, വെളിച്ചം. അത് നാരായണഗുരു പറഞ്ഞിട്ടുണ്ട്, എത്ര നൂറ്റാണ്ട് അടഞ്ഞിടന്ന ഉപാന്തരമായ ഇരുട്ടുള്ള സ്ഥലത്തേക്കും ഒരു തരി വെളിച്ചം, വെളിച്ചത്തിന്റെ ഒരു തരി, ഒരു സ്പാർക്ക് മതി ആയിരിക്കുന്നത്. അല്ലേ? എത്ര പേര് അത് കേട്ടിട്ടുണ്ടാവും, എത്ര പേരുടെ കേട്ട ഓർമ്മകളിൽ അത് ഉണ്ടാവുമെന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷെ വെളിച്ചം എന്ന് പറയുന്നത് ഒരു വലിയ പ്രതിഭാസത്തിന്റെ ശക്തി വിശേഷം അതാണ്. ഒരു തരി മതിയാണ്.
എല്ലാ ഇരുട്ടിനെയും, എല്ലാ തമസിനെയും, എല്ലാ തരത്തിലുള്ള നമ്മുടെ രാജ്യത്തെയും അത് അകറ്റുകയും പകരം വെളിച്ചത്തിന്റെ, ഉണർവിന്റെ, പ്രതീക്ഷയുടെ, സങ്കല്പങ്ങളുടെ, സ്വപ്നങ്ങളുടെ അങ്ങനെ അത് ജീവിതത്തെ ഏറ്റവും മനോഹരമാക്കുന്ന, ഹരിതാഭമാക്കുന്ന, വർണ്ണാഭമാക്കുന്ന ഒരു എന്താ ബാക്കി എന്ന് പറയുന്ന ഒരു കുട്ടികളെ ആലോചിച്ചോ വലിയ പുത്തൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെയും വായനാക്കൂട്ടത്തിന്റെയും ആഭിമുഖ്യത്തിൽ PN പണിക്കർ അനുസ്മരണവും വായനാ ദിനാചരണവും സംഘടിപ്പിച്ചു. സ്കൂൾ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി സ്കൂൾ പ്രധാനാധ്യാപിക സുനിത ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് സുധീർ കുണ്ടായി അധ്യക്ഷത വഹിച്ചു. കവിയത്രിയും അധ്യാപികയുമായ മഞ്ജു പുത്തൻകാട് മുഖ്യ അതിഥിയായിരുന്നു. പൊതു അസംബ്ലി ചടങ്ങിൽ ആഗത് കൃഷ്ണ PN പണിക്കർ അനുസ്മരണ പ്രസംഗവും ഐമി വായനാ ദിന പ്രതിജ്ഞയും ചൊല്ലി. വ്യത്യസ്ത ഭാഷകളിലായി കുട്ടികളുടെ സർഗാത്മക പരിപാടികളും അവതരിപ്പിച്ചു. മലയാളം അധ്യാപികമാരായ സുമിനി, രശ്മി എന്നിവർ സംസാരിച്ചു. ഡെയിലി വായിക്കുക, നല്ല പുസ്തകങ്ങൾ മെല്ലെ 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 നമുക്ക് മനസ്സിലാവും. ട്രാക്ക് എന്ന് പറയുന്നത് നമ്മൾ ഓടിത്തുടങ്ങുമ്പോൾ നമുക്ക് അത്രയും കിട്ടില്ല. പക്ഷെ അത് നിരന്തരം ഓടി വരുമ്പോൾ നമ്മുടെ സ്പീഡ് കൂടും. അതുപോലെ തന്നെയാണ് വായന. നമുക്ക് വായിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ഏത് പുസ്തകങ്ങൾ എടുക്കണം, നമ്മുടെ ഇൻട്രസ്റ്റിനനുസരിച്ച് നമ്മുടെ ചോയ്സ്, നമ്മുടെ വിഷയങ്ങളൊക്കെ തിരഞ്ഞെടുക്കുന്ന പോലെ തന്നെ നമുക്ക് വഴി തെളിയിക്കാം. ഈ വഴി തെളിയുക എന്നുള്ളതാണ് പ്രധാനം. ആ വഴി തെളിയണമെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല മെന്റേഴ്സിനെ കിട്ടണം. നിങ്ങളുടെ അധ്യാപകർക്ക് വളരെ ക്രിയേറ്റീവായിട്ടുള്ള വളരെ മികച്ചവരുമാണ്. സൊസൈറ്റിയിലെ സത്യം പറയുകയാണെങ്കിൽ നിങ്ങളറിയാം പലതരത്തിലുള്ള സ്കൂളുകളുണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പോൾ ഈ പലതരത്തിലുള്ള സ്കൂളുകളിൽ പൊതുവിദ്യാഭ്യാസം നടത്തുന്ന അല്ലെങ്കിൽ സർക്കാർ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് മികച്ച അധ്യാപകരാണ്. അവർ ഈ വായിച്ചാൽ നമുക്ക് എന്ത് ഗുണമുണ്ട് എന്നാണ് പറയുന്നത്. വായിച്ചാൽ എന്ത് ഗുണമുണ്ട്? എന്ത് ഗുണമുണ്ട് വായിച്ചാൽ? വളരും. അത് ഒക്കെ ശരി തന്നെ അല്ലേ? വായന നമ്മൾ ഓരോരുത്തരും ഒരു ചൊല്ലുണ്ട്, ഒരു പറച്ചിലുണ്ട്. അതായത് നമ്മുടെ ചിന്തകളാണ് നമ്മുടെ പ്രവൃത്തികളായിട്ട് തീരുന്നത്. എങ്ങനെയാണ്? നമ്മുടെ ചിന്തകളാണ് നമ്മുടെ പ്രവൃത്തികളായിട്ട് വരുന്നത്. ഇടവേള. മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങനില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്.
റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വാർത്തകൾ തുടരുന്നു. സംസ്കാര സാഹിതി മണ്ണുത്തി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വായനാ ദിനത്തിൽ നടത്തിയ അക്ഷരജ്വാല മുൻ MLA MP വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു. അക്ഷരങ്ങൾ അർത്ഥവ്യാപനം ചെയ്യുന്ന ആകാശലോകത്ത് കുട്ടികൾ അറിവിൽ നിന്ന് അകലുന്നു. അക്ഷരസ്നേഹം അറിവിലേക്കുള്ള വാതായനങ്ങൾ തുറന്നിടാൻ പുസ്തകം വായിക്കാം. അറിവ് നൽകിയ വായനയുടെ കുറിപ്പുകൾ എഴുതാം. നല്ല കുറിപ്പ് നൽകുന്ന കുട്ടികൾക്ക് സമ്മാനങ്ങൾ നേടാം. ഡോക്ടർ APJ അബ്ദുൽ കലാം എഴുതിയ അഗ്നിച്ചിറകുകൾ എന്ന പുസ്തകം വായിച്ച് ആസ്വാദന കുറിപ്പ് തയ്യാറാക്കി ജൂലൈ 1 മുൻപ് മണ്ണുത്തി ഓഫീസിൽ എത്തിക്കേണ്ടതാണ്. മികച്ച ആസ്വാദന കുറിപ്പിന് സമ്മാനങ്ങൾ നൽകുന്നു. വായന മരിച്ചുകൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് പുതുതലമുറയെ അക്ഷരലോകത്ത് സജീവമാക്കുന്നതിനുള്ള സംസ്കാര സാഹിതി പോലുള്ള സംഘടനകളുടെ ഉത്തരവാദിത്വം ഭാരിച്ചതാണ് എന്ന് MP വിൻസെന്റ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. സംസ്കാര സാഹിതി ജില്ലാ ജനറൽ കൺവീനർ ശ്രീ അനിൽ സാമ്രാട്ട് മുഖ്യ പ്രഭാഷണം നടത്തി. PN പണിക്കർ അനുസ്മരണ പ്രഭാഷണം ഡോക്ടർ അരവിന്ദൻ വല്ലച്ചിറ നടത്തി. സംസ്കാര സാഹിതി നിയോജക മണ്ഡലം ചെയർമാൻ ബിബിൻ പോലൂക്കര, കൺവീനർ MR ശിവരാജൻ, നൌഷാദ് NS, ജോണി അരിമ്പൂർ, സുകുമാരൻ മാടക്കത്ര തുടങ്ങിയവർ സംസാരിച്ചു. മണ്ഡലം ചെയർമാൻ ടിറ്റോ തോമസ് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MU മുത്തു മുഖ്യാതിഥിയായി. കുമാരി AV വാനിയയ്ക്ക് അഗ്നിച്ചിറകുകളുടെ പുസ്തകം മുൻ MLA MP വിൻസെന്റ് കൈമാറി. വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ പൂച്ചട്ടി AKM സ്കൂളിൽ വായനാ ദിനം ആചരിച്ചു. നടത്തറ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK അഭിലാഷ് സ്കൂൾ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്തു. പ്രമുഖ സാഹിത്യകാരനും ശാസ്ത്രജ്ഞനും സാമൂഹിക പ്രവർത്തകനുമായ CR ദാസ് മുഖ്യാതിഥിയായി. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ ലൈബ്രറിയിലേക്ക് നൽകി. പ്രധാന അധ്യാപിക PB ബബിത ചടങ്ങിൽ അധ്യക്ഷയായി. പ്രിൻസിപ്പൽ ഇൻചാർജ് സീമ NSS കുട്ടികളുടെ മഴപ്പതിപ്പ് പുസ്തകം പ്രകാശനം ചെയ്തു. വിദ്യാരംഗം കോർഡിനേറ്റർ അബ്സി MT, വിമുക്തി കോർഡിനേറ്റർ V ബിന്ദു, സന്ധ്യ രാഘവൻ, സിന്ധു MR, ഗംഗാദേവി TJ എന്നിവർ സംസാരിച്ചു. വായനാ ദിനവുമായി ബന്ധപ്പെട്ട് പുസ്തക പ്രദർശനവും നല്ല പാഠം പദ്ധതിയുടെ ഭാഗമായി അക്ഷരപ്പച്ച ആഘോഷവും നടത്തി. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. കാട്ടിനകത്തോ കടലിനകത്തോ കാട്ടിത്തരുന്നു രത്നമെല്ലാം. അവിടെ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ കാട് കാണാൻ പോകണം. തൊട്ടടുത്ത് വനഗവേഷണ കേന്ദ്രമുണ്ട് പുലിരിയിൽ, ആ ശാസ്ത്രജ്ഞന്മാരൊക്കെ ഉണ്ട്. നിങ്ങൾ പുലിരിയിലേക്ക് വരണം, പുസ്തകങ്ങൾ കാണാം. നിങ്ങൾ പുലിരിയിലേക്ക് വരണം. അവിടെ വന്നിട്ട് പുലരിയായിട്ട് നമുക്ക് നമ്മളായിട്ടൊരു കൂട്ടായ്മ ഇവിടെ വന്നപ്പോൾ എനിക്ക് തോന്നുന്നത് ഇവിടെ ഒരു നല്ല പൂന്തോട്ടം വേണം, കുട്ടികളുണ്ടാക്കുന്ന പൂന്തോട്ടം വേണം എന്ന് തോന്നി. അപ്പം എന്തായാലും ശരി, ഇങ്ങനെ മഴ പെയ്യുമ്പോൾ നമുക്ക് 2 വരി മഴ പാടിയിട്ടേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം ഒന്ന് പാടി നോക്കുക. എല്ലാവരും പാടും, താളത്തിൽ പാടും, ഈണത്തിൽ പാടും ഇല്ലേ? കഥയും കവിതയും കുട്ടികൾക്ക് എന്നാണ് കേട്ടോ. അപ്പൊ ഒന്ന് പാടി നോക്കാം. ചന്നം പിന്നം മഴ പെയ്തു, ചറപറ ചറപറ മഴ പെയ്തു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ജീവിതരേഖ അടങ്ങിയ കൈപ്പുസ്തകം സൗജന്യമായി വിതരണം ചെയ്ത് അധ്യാപകൻ. മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സംസ്കൃത അധ്യാപകൻ PJ സ്റ്റൈജുവാണ് തൃശൂർ അതിരൂപതയിലെ തിരഞ്ഞെടുക്കപ്പെട്ട പള്ളികളിലെ മതബോധന വിദ്യാർത്ഥികൾക്കായി പുസ്തകം സൗജന്യമായി വിതരണം ചെയ്തത്. കരുമത്ര, പെരിങ്ങാട്, പാറന്നൂർ, തണ്ടിലം, കൂനമൂച്ചി എന്നീ പള്ളികളിലെ വിദ്യാർത്ഥികൾക്ക് പുസ്തകം വിതരണം ചെയ്തു. വരും ദിവസങ്ങളിൽ ചിറനല്ലൂർ, ആറ്റത്തറ പള്ളികളിലെ മതബോധന വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി പുസ്തകം വിതരണം ചെയ്യും. കൂനമൂച്ചി പള്ളിയിൽ നടന്ന ചടങ്ങിൽ വികാരി ഫാദർ ജെയ്സൺ മാറോക്കി പ്രിൻസിപ്പൽ പ്രേമ ജോസഫിന് നൽകി വിതരണോദ്ഘാടനം നിർവഹിച്ചു. കരുമത്ര പള്ളിയിൽ ഫാദർ മനോജ് കീഴിയൂരുമുട്ടിക്കലും, പാറന്നൂർ പള്ളിയിൽ ഫാദർ മനോജ് താണിക്കലും, തണ്ടിലം പള്ളിയിൽ ഫാദർ ഡേവിസ് ചിറമലും, പെരിങ്ങാട് പള്ളിയിൽ ഫാദർ ലിവിൻ അരിമ്പൂരും വിതരണോദ്ഘാടനം നിർവഹിച്ചു. പുത്തൂർ ഗവൺമെന്റ് LP സ്കൂളിൽ സംഘടിപ്പിച്ച വായനാ പക്ഷാചരണവും വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും പുത്തൂർ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നളിനി വിശ്വംഭരൻ നിർവഹിച്ചു. സ്കൂൾ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ എഴുത്തുകാരിയും പുത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാന അധ്യാപികയുമായ സുനിത മുഖ്യാതിഥിയായിരുന്നു. M ഗീതാഞ്ജലിയുടെ എന്റെ വീട്ടിലെ താമസക്കാർ എന്ന പുസ്തകം കുട്ടികളുടെ വായനയ്ക്കായി വിദ്യാർത്ഥികൾക്ക് കൈമാറി. 1 മുതൽ 4 വരെയുള്ള ക്ലാസുകളിലെ കുട്ടികളുടെ വായനയ്ക്കായി ക്ലാസ് ലൈബ്രറികളും സജീവമാണ്. 2025-26 വർഷത്തിൽ പുത്തൂർ GLPSൽ നിന്നും LSS സ്കോളർഷിപ്പ് നേടിയ വിദ്യാർത്ഥികൾക്ക് ഏർപ്പെടുത്തിയ ക്യാഷ് പ്രൈസ് വിതരണവും ചടങ്ങിൽ നടത്തി. സ്കൂൾ PTA പ്രസിഡന്റ് ചിന്തു ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു.
SMC വൈസ് ചെയർമാൻ മാർവിൻ മൈക്കിൾ, MPTA കമ്മിറ്റി അംഗം ഗീതു രാജേഷ് എന്നിവർ സംസാരിച്ചു. സ്കൂൾ ഹെഡ്മിസ്റ്റേഴ്സ് റിൻസി ജോസ് സ്വാഗതവും വിദ്യാരംഗം കലാസാഹിത്യവേദി കൺവീനർ അഞ്ജു KG നന്ദിയും അറിയിച്ചു. മുക്കാട്ടുകര ബെത്ലഹേം കോൺവെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 പ്രവേശനോത്സവം നവജ്യോതി കോർപ്പറേറ്റ് ഏജൻസി വികാർ പ്രൊവിൻഷ്യൽ ഡോക്ടർ സിസ്റ്റർ ഷെറിൻ മറിയ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ലോക്കൽ മാനേജരും മദർ സുപ്പീരിയറുമായ സിസ്റ്റർ റീത്ത അധ്യക്ഷയായിരുന്നു. സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ജിസ കോട്ടയ്ക്കൽ സ്വാഗതമരുളിയ ചടങ്ങിൽ വാർഡ് കൌൺസിലർ ശ്യാമള മുരളീധരൻ, PTA പ്രസിഡന്റ് ജിജു വർഗീസ്, അധ്യാപക വിദ്യാർത്ഥി പ്രതിനിധികൾ എന്നിവർ പ്രസംഗിച്ചു. കല്ലെറിഞ്ഞ് കപ്പേളയുടെ ചില്ലും രൂപക്കൂടും തകർത്ത യുവാവ് അറസ്റ്റിൽ. പുളിങ്കര പള്ളിയുടെ കീഴിലുള്ള പൊന്നമ്പിയോളിയിലുള്ള കപ്പേളയിലേക്ക് അതിക്രമിച്ചു കയറി കപ്പേളയുടെ ചില്ലും രൂപക്കൂടും തകർത്ത് നാശനഷ്ടം വരുത്തിയ കാര്യത്തിനാണ് കുറ്റിച്ചിറ പൊന്നമ്പിയോളി ദേശത്ത് അലനൂലിക്കൽ വീട്ടിൽ ജോപ്പൻ എന്ന് വിളിക്കുന്ന ജോഫിൻ മാത്യുവിനെ വെള്ളിക്കുളങ്ങര പോലീസ് അറസ്റ്റ് ചെയ്തത്. ചില സമയങ്ങളിൽ മാനസിക പ്രശ്നങ്ങൾ കാണിക്കുന്ന വ്യക്തിയാണ്. വെള്ളിക്കുളങ്ങര സ്റ്റേഷൻ ഇൻസ്പെക്ടർ K കൃഷ്ണൻ, സബ് ഇൻസ്പെക്ടർ സന്തോഷ് കുമാർ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ബിജീഷ് സ്റ്റീഫൻ, രാകേഷ്, സിവിൽ പോലീസ് ഓഫീസർമാരായ സനിൽകുമാർ, അജിത് കുമാർ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. മറ്റൊരിടവേള കൂടി. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. കോട്ടൺ മുണ്ടിന് JBC, കസവ് സാരിക്ക് JBC, കാവിലുങ്കിക്ക് ജിൻഡോസ്, ഫോർമൽ ഷർട്ടിന് അൽത്തോബി. JBC, ജിൻഡോസ്, അൽത്തോബി. വ്യക്തിത്വത്തെ നെയ്തെടുക്കുന്നു. JBC, ബിന്ദുസ്, അൽത്തോബി. JB കമ്പനി ഉൽപ്പന്നം, ഈറോഡ്. വാർത്തകളിലേക്ക് വീണ്ടും. കാലവർഷം ശക്തിയായ സാഹചര്യത്തിൽ നീരൊഴുക്ക് വർദ്ധിച്ചതോടെ തൃശൂർ ജില്ലയിലെ കോൾ നിലങ്ങളിലെ നീർച്ചാലുകൾ അടഞ്ഞ് പരിസരത്ത് വെള്ളക്കെട്ടുകൾ ഉണ്ടാകുന്നത് ഉടൻ പരിഹരിക്കണമെന്ന് നെടുപുഴ സ്വദേശി ബിജു ചിറയത്ത് കളക്ടർക്ക് നിവേദനം നൽകി. കോൾ ചാലുകളിൽ തടസ്സങ്ങൾ ഫണ്ടില്ല എന്ന പേരിൽ ഇറിഗേഷൻ വകുപ്പ് ഇതുവരെ നീക്കം ചെയ്തിട്ടില്ല. സർക്കാർ മറ്റു സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഈ പ്രവൃത്തി അടിയന്തരമായി നടപ്പിലാക്കണം. ഇത് നീക്കം ചെയ്യുന്നതിന് കാലാകാലങ്ങളിൽ ഫണ്ട് അനുവദിച്ചിരുന്നു. എന്നാൽ ഇക്കൊല്ലം ഇതുവരെ ഫണ്ട് ലഭ്യമാകാത്തതിനാൽ കുളവാഴയും ചണ്ടിയും വന്നടിഞ്ഞ് വൻ വെള്ളപ്പൊക്കമുണ്ടാകാനാണ് സാധ്യത എന്ന് കളക്ടർക്ക് നൽകിയ നിവേദനത്തിൽ ബിജു ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. കോർപ്പറേഷനിലെ 44 ഡിവിഷനിൽ നെടുപുഴ ദേശത്ത് ഇറിഗേഷൻ ചാലിൽ ചണ്ടി കെട്ടിക്കിടക്കുന്നതിനാൽ ചിമ്മിനി ഡാമും പീച്ചി ഡാമിൽ വെള്ളം തുറന്നതുകൊണ്ട് ചണ്ടി പൊന്തി ബണ്ടുകൾ പൊട്ടാനും വീടുകളിലേക്ക് വെള്ളം കയറാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ട് കളക്ടർക്ക് പരാതി കൊടുത്തു. കളക്ടർക്ക് പരാതി കൊടുത്തിട്ട് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നപ്പോൾ ഫണ്ടില്ല എന്നാണ് അവിടുത്തെ മേഡം പറഞ്ഞത് നമ്മുടെ അടുത്ത്. അപ്പോൾ ഞാൻ ചോദിച്ചു, അങ്ങനെ പറഞ്ഞാലെങ്ങനെ ശരിയാവുക എന്ന് ചോദിച്ചു. പറഞ്ഞു ഫണ്ടില്ലെങ്കിൽ ആ മേഡം സത്യാവസ്ഥ പറഞ്ഞു. ഫണ്ടില്ലെങ്കിൽ ഞങ്ങൾ എന്താ ചെയ്യാമെന്ന്. ഞങ്ങളുടെ 1 മാസം ശമ്പളം കൊണ്ട് ഒന്നാവില്ല എന്നാ മേഡം പറഞ്ഞത് എൻ്റെ അടുത്ത്. സർക്കാരിന് പൈസ ഇല്ല എന്നാണ് മേഡം പറയുന്നത്. അതിൽ ഉദ്യോഗസ്ഥന്മാരും നമ്മളോട് പറഞ്ഞത് ഇതാണ്, സർക്കാരിന് പൈസ ഇല്ല എന്ന്. അപ്പോൾ സ്വാഭാവികമായി ഈ ഫണ്ടൊക്കെ ബണ്ട് പൊട്ടി ജനങ്ങൾക്ക് ദുരിതങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് സംരക്ഷിക്കാൻ ബാധ്യസ്ഥരാണ് ഭരണകൂടം. പക്ഷെ ആ ഭരണകൂടം എന്ന് പറയുന്നത് അവരത് ചെയ്യുന്നില്ല. അപ്പോൾ അതിലൊരു പ്രതിഷേധ രൂപമായിട്ടാണ് നമ്മൾ ഇവിടെ ഉദ്യോഗസ്ഥന്മാരെ കണ്ടതും ബിജു ചെറിയത് പരാതി കൊടുത്തതിൻ്റെ പ്രകാരമാണ് ഉദ്യോഗസ്ഥന്മാർ സംസാരിച്ചത്. ഈ ഏരിയ എന്ന് പറഞ്ഞത് റവന്യൂ മന്ത്രി രാജൻ്റെയും
കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഏരിയയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 2 കേന്ദ്രമന്ത്രിയും കേരള റവന്യൂ മന്ത്രിയും ഉണ്ടായിട്ട് ഈ പൊസിഷനിൽ ഇങ്ങനെ വെള്ളം കയറി തടഞ്ഞു. പിന്നെ മീൻ മാഫിയ ആ കോളിൽ വെള്ളം കെട്ടി നിർത്തിയിരിക്കുകയാണ്. മീൻ മാഫിയ ആ സംഘം തന്നെ കോളുകാർക്ക് കൊടുത്ത് മീൻ മാഫിയയ്ക്ക് കൊടുത്ത് വെള്ളം കെട്ടി നിർത്തി പൊതുജനങ്ങളെ വീട്ടിലേക്ക് വെള്ളം വിടാതെ സംരക്ഷിച്ച് അവർ മീനിന് വേണ്ടി സംരക്ഷിച്ചിട്ട് നിർത്താണ്. അതുകൊണ്ട് വീട്ടിലേക്ക് വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. അത് തടയിടാൻ വേണ്ടിയിട്ട് ചണ്ടി വാരി വെള്ളം വളയംകെട്ടിലേക്ക് വെള്ളം വിടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പരാതി കൊടുത്തത്. കഴിഞ്ഞ മാസം 29-ാം തീയതിയാണ് കലക്ടറേറ്റിൽ പരാതി കൊടുത്തത്. അവിടെ നിന്ന് കഴിഞ്ഞ ആഴ്ച ചെന്നപ്പോൾ ഇറിഗേഷൻ വകുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നാണ് ആ മേഡം പറഞ്ഞത്. ഇവിടെ വന്ന് അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരു ഇത് വന്നിട്ടില്ല. പിന്നെ ഫണ്ടില്ല എന്നാണ് അവർ പറയുന്നത്. ഇത്രയാണ് ഇതിൻ്റെ പരിപാടി. അപ്പോൾ അതിൻ്റെ സംസാരിക്കുന്ന CMP ഒല്ലൂർ ഏരിയ സെക്രട്ടറി ബിജു ചെറിയത്തും ജില്ലാ കമ്മിറ്റി അംഗമായ ശശി നെട്ടിശ്ശേരിയും കൂടിയാണ് ഈ പ്രവർത്തനം കാഴ്ചവെക്കുന്നത്. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ തുടർച്ചയായ 2ാം ദിവസവും വർധന. 22 കാരറ്റ് സ്വർണത്തിന് പവന് 120 രൂപ വർദ്ധിച്ചു. ഇതോടെ 1 പവൻ സ്വർണത്തിന് 74,120 രൂപയായി. ഇറാനെതിരെ ഇസ്രായേൽ ആക്രമണം നടത്തിയ ഘട്ടത്തിലാണ് വിലവർധന. ഈ മാസത്തെ ഏറ്റവും വലിയ വില 14-ാം തീയതിയിലെ 74,560 രൂപയായിരുന്നു. ജൂൺ 1-ാം തീയതി 71,360 രൂപയായിരുന്നു ഈ മാസത്തെ ഏറ്റവും കുറഞ്ഞ സ്വർണ്ണവില. സംസ്ഥാനത്ത് 7 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. ശക്തമായ മഴ മുന്നറിയിപ്പ് തുടരുകയാണ്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ജില്ലയിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ശക്തമായ മഴ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. കേരളത്തിന് മുകളിൽ പടിഞ്ഞാറൻ കാറ്റ് ശക്തമാകുന്ന സാഹചര്യത്തിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ മണിക്കൂറിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ട്. ശക്തമായ തിരമാല, കടൽക്ഷോഭത്തിനും സാധ്യതയുള്ളതുകൊണ്ട് കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഏർപ്പെടുത്തിയ മത്സ്യബന്ധന വിലക്ക് തുടരുകയാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദേശീയപാതയിലെ ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. വായനാ പക്ഷാചരണം സംസ്ഥാനതല ഉദ്ഘാടനം തൃശൂർ ടൗൺ ഹാളിൽ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു. മാടക്കത്ര പഞ്ചായത്ത് ലൈബ്രറി വായനാ ദിനം കഥാകൃത്ത് N രാജൻ ഉദ്ഘാടനം ചെയ്തു. പുത്തൂർ VHS സ്കൂൾ വിദ്യാരംഗം വായനക്കൂട്ടം PN പണിക്കർ അനുസ്മരണവും വായനാ ദിനാചരണവും സംഘടിപ്പിച്ചു. സാംസ്കാരിക സാഹിതി മണ്ണുത്തി മണ്ഡലം കമ്മിറ്റി നടത്തിയ അക്ഷരജ്വാല മുൻ MLA MP വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.